എറണാകുളത്താകെ ചൂടേറിയ പ്രചാരണമാണ്. ചൂടിൻ്റെ കാഠിന്യം അത് എല്ലാവരെയും ബാധിക്കുന്നുണ്ട്. പക്ഷേ പ്രചാരണ ചൂടിന് ഒട്ടും കുറവില്ല എന്നാണ്. കൊച്ചി മണ്ഡലത്തിലേക്ക് വന്നാൽ മുഹമ്മദ് ഷിയാസിനൊപ്പം അനൂപ് ദാസ് ചേരുന്നുണ്ട്. അനൂപ്, അവിടുത്തെ സാഹചര്യം എങ്ങനെയാണ്? മുഹമ്മദ് ഷിയാസ് കൊച്ചിയിൽ നിന്ന് നമുക്കൊപ്പം ചേരുകയാണ്. അദ്ദേഹത്തിൻ്റെ കൂടെ ഒരുപാട് പ്രവർത്തകരുമുണ്ട്. രാവിലെ നേരത്തെ തുടങ്ങിയ പ്രചാരണമാണ്. കൊടും വെയിലത്തും തുടരുകയാണ്. ഈ വെയില് ഒരു പ്രശ്നമായിട്ട് തോന്നുന്നുണ്ട്. എന്താണ് നിങ്ങൾ ചെയ്യുന്നത്? അല്ല, ഈ കാലാവസ്ഥ വ്യതിയാനം, ഇന്ന് ക്ലൈമറ്റ് ചേഞ്ച് ലോകത്തെ ഏറ്റവും വലിയ പ്രതിഭാസമാണ്. ലോകത്തെല്ലാം കൊണ്ടിരിക്കുന്ന പാരിസ്ഥിതിക പ്രത്യാഘാതങ്ങൾ മൂലം ഉണ്ടാകുന്ന ഒരു ചേഞ്ചാണ്. ഒന്ന്, പ്രകൃതിയെ ദുരുപയോഗം ചെയ്യുന്നു. രണ്ട്, ലക്ഷ്യമില്ലാത്ത നിർമ്മാണ പ്രവർത്തനങ്ങൾ. അതെല്ലാം ഡെവലപ്മെൻറ്റിൻ്റെ പേരിലാണ്. പക്ഷേ ഡെവലപ്മെൻറ്റ് ഇന്ന് കണക്കാക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ പരിസ്ഥിതിയെ കൂടി കണക്കിലെടുത്ത്, കാലാവസ്ഥ ക്ലൈമറ്റ് ചേഞ്ചിനെ കൂടി കണക്കിലെടുത്തിട്ട് വേണം കേരളത്തിലൊരു കെട്ടിടം പണിയാൻ, കേരളത്തിലൊരു റോഡ് പണിയാൻ, കേരളത്തിൽ ഏതെങ്കിലും ഒരു വികസനം ഒരു കാഴ്ചപ്പാട് ഈ സർക്കാരിനില്ല. അപ്പോൾ അതുകൊണ്ട് ഇപ്പം വയനാട്ടിൽ ഉണ്ടകയിലും ചൂരൽമലയിലും ഉണ്ടായ അപകടം നമ്മൾ കണ്ടവരല്ലേ. അവിടെ തുരങ്കപാത ഉണ്ടാക്കുമ്പോൾ ഒരു പാരിസ്ഥിതിക ആഘാത പഠനം വേണം. എക്കോളജിക്കലി ഏറ്റവും കൂടുതൽ ദുർബലമായ ഒരു പ്രദേശത്ത് പരിസ്ഥിതിനെ പരിഗണിച്ചുകൊണ്ട് വേണം വികസനം സാധ്യമാവാൻ. ഉറപ്പ്, സംശയം. ഇപ്പൊ നമ്മൾ നേരിട്ട് അനുഭവിക്കുന്ന പ്രശ്നമാണല്ലോ. അപ്പം എത്ര മണി വരെയാ പ്രചാരണം ഉച്ചയ്ക്ക് നടത്തുക? പ്രചാരണം തിരുന്നത് വരെയാണ്. ഞങ്ങൾ രാവിലെ 7 മണിക്ക് തുടങ്ങി 10-11 മണി വരെയാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത്. പക്ഷെ അത് തീരില്ല. കാരണം റോഡ് സൈഡിൽ മുഴുവൻ ജനമാണ്. നമ്മളെ സ്വീകരിക്കുന്ന ആൾ വന്ന് നിൽക്കുക. ഈ വെയിൽ വെള്ളം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കുടിച്ചോണ്ടിരിക്കും. ഇടയ്ക്ക് വെള്ളം കുടിക്കുകയാണ്. മാർച്ച് തീരാൻ പോകുന്നുള്ളൂ. ഏപ്രിൽ മെയ് മാസം, മീനമാസം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത്യുഷ്ണമായിട്ടുള്ള കാലഘട്ടമാണ്. അപ്പോൾ വരൾച്ച ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. നമ്മൾ ഭയപ്പെടണം. കാരണം അത്രയധികം ജനസംഖ്യയുള്ള ഒരു നാട് കൂടിയാണ് ഇവിടെ. ചുരുങ്ങിയ സ്ഥലവും വലിയ ജനസംഖ്യയുമാണ്. അപ്പോൾ കുടിവെള്ളം എത്തിച്ചു കൊടുക്കാൻ, അല്ലെങ്കിൽ സുലഭമായി വെള്ളം കൊടുക്കാൻ ഏറ്റവും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്നാണ്. ഒന്ന്, ഈ ജലാംശം ഇല്ലെങ്കിൽ, ശരീരത്തിൽ ഇല്ലെങ്കിൽ നമുക്ക് വിവിധ തരത്തിലുള്ള അസുഖങ്ങൾ വരും. കൂടെ വരുന്ന ആളുകൾക്കും പ്രയാസമൊക്കെ നേരിടുന്നുണ്ട്. തീർച്ചയായിട്ടും. പക്ഷേ ഇതൊരു പ്രയാസമല്ല. വേർത്തൊലിച്ചിട്ടും അത് പറയില്ല. 10,000-ലേറെ വോട്ടുകൾക്ക് മുഹമ്മദ് ഷിയാസിനെ ഞങ്ങൾ കൊച്ചിയിൽ നിന്ന് വിജയിപ്പിച്ചിട്ട് മാത്രമേ ഞങ്ങൾക്ക് വിശ്രമം. 10,000 അല്ല, 25,000 വോട്ടിന് കൊച്ചിയിൽ നിന്ന് ഷിയാസിനെ ഞങ്ങൾ ജയിപ്പിച്ചിരിക്കും. കൊച്ചി മണ്ഡലം സെക്രട്ടറിയാ. അടിപൊളിയായിട്ട് ഞങ്ങൾ പ്രവർത്തിക്കും. ഭൂരിപക്ഷം ഈടനുണ്ടായിരുന്ന അപ്പൊ നമ്മൾ ആ വോട്ടാ പ്രതീക്ഷിക്കുന്നത്. ഇന്നുവരെ കൊച്ചി കാണാത്ത വിജയമായിരിക്കും മുഹമ്മദ് ഷിയാസ്. കൊടും വെയിലാണെങ്കിലും ഈ ആവേശമാണല്ലേ. ഈ ആവേശമൊന്നുമല്ല. കൊച്ചി എന്ന് പറഞ്ഞാൽ ഒരു വലിയ ആവേശമുള്ള ഏറ്റവും സാധാരണക്കാരായിട്ടുള്ള ആളുകളാണ്. യഥാർത്ഥ പച്ചയായ മനുഷ്യരാണ്. കോൺഗ്രസിനെ ശക്തിപ്പെടുത്തുക, UDF-നെ ശക്തിപ്പെടുത്തുക, അതാണ് ഞങ്ങളുടെ ഉത്തരവാദിത്വം. കഠിനമായ അങ്ങനെ ഒന്നും വെയിലത്ത് വാടുന്നവരല്ല ഞങ്ങൾ കൊച്ചിക്കാർ എന്ന് കൂടി മനസ്സിലാക്കി. തീർച്ചയായിട്ടും സന്തോഷം. അതെ, വെയിലത്ത് വാടില്ല എന്ന് പറയുന്നുണ്ട്. എന്തായാലും അപ്പം വെയിലത്ത് വാടാത്ത റസോപ്പവുമായിട്ടുള്ള ഷിയാസിനെയും ചേർത്ത് പിടിച്ച് പ്രവർത്തകർ മുന്നോട്ട് പോകുന്നു. ഈ വെയിലിന് ഞങ്ങളെ തളർത്താൻ കഴിയില്ല എന്നവർ പറയുന്നുണ്ട്. അടുത്ത പോയിന്റിലേക്ക് പോവുകയാണ്. അനൂപ് ദാസാണ് വിവരങ്ങൾ നൽകിയ ഷിയാസിനൊപ്പം.